നമുക്കറിയാം, നിങ്ങളുടെ വീട് നേരം വെളുക്കുമ്പോൾ ചിലർ പറയും ആ ജനൽ തുറന്നിട്, ആ വാതിൽ തുറന്നിട്, കാറ്റും വെളിച്ചമൊക്കെ അകത്ത് കയറട്ടെ എന്ന് പറയും. വാതിലും ജനലും തുറക്കണം. വിശ്വാസത്തിൻ്റെ വാതിലും ജനലും തുറക്കുമ്പോഴാണ് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കാറ്റ്, വെളിച്ചം ഒക്കെ ജീവിതത്തിൽ വരുന്നത്. ഒരിക്കൽ കൂടി കേട്ടെ, ദൈവം അയക്കുന്ന കാറ്റും വെളിച്ചവും അടച്ചിട്ട മുറികളിലല്ല വരുന്നത്, തുറന്നിട്ട മുറികളിലാണ്. പ്രാർത്ഥനയുടെ വാതിലും വിശ്വാസത്തിൻ്റെ വാതിലും പലതും പറഞ്ഞ് ലോകം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാതിൽ, പ്രാർത്ഥനയുടെ വാതിലും വിശ്വാസത്തിൻ്റെ വാതിലും ജനലും ഒക്കെ പലരും വിമർശിച്ചും കുറ്റം പറഞ്ഞും ട്രോളിറക്കിയും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലോകത്തിൻ്റെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പലരും അടച്ചു കളയുകയാണ്. പ്രിയരെ, ദൈവം തരുന്ന കാറ്റും വെളിച്ചവും അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ വാതിലും ജനലൊക്കെ തുറന്നിടണം. അതിനായി ദൈവം ഒരുക്കുന്ന 33 ദിവസമാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിനൊരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ഒരു നിയോഗമായി വച്ചിരിക്കുന്ന ഒരു പേരാണ് വിമല പാതയിൽ, പരിശുദ്ധ അമ്മയുടെ പാതയിൽ 33 ദിവസം നമ്മൾ കുടുംബമായി നമ്മൾ നിയോഗത്തോടെ പോവുകയാണ്. ഇത് വലിയൊരു വിടുതലിന് കാരണമാകുന്ന സമയമാണ്. ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങണം. ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന് ഒരുങ്ങി സമർപ്പിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ 33 ദിവസവും നിങ്ങൾ സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാന ഒരു നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. 33 ദിവസം പ്രാർത്ഥിക്കണം. അതിനായി നമ്മളെ തന്നെ സമയം കണ്ടെത്തണം. അതിൻ്റെ കാര്യങ്ങൾ, ജോലികളെല്ലാം ക്രമീകരിച്ച് നിങ്ങൾ ആ കാര്യം ചെയ്യണം. 3, രാവിലെ എഴുന്നേറ്റ് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസ പ്രമാണം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന ഒരു ഭക്ഷണം പോലെ, അല്ലെ വെള്ളം ആദ്യം കുടിക്കും, അല്ലെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, ഒരു കാപ്പി കുടിക്കും, അതിനെല്ലാം മുമ്പ് വിശ്വാസ പ്രമാണം ആയിരിക്കുന്ന സ്ഥലത്തിരുന്നൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം ഒരു പ്രാവശ്യം. പിന്നെ ചെയ്യേണ്ടതാണ് 33 ദിവസം ഒരധിക ജപമാല. നിങ്ങളെല്ലാവരും ജപമാല ചെല്ലുന്നവരായിരിക്കാം. ആ ചെല്ലുന്നതിനേക്കാൾ ഒരെണ്ണം അധികമായി ചൊല്ലിക്കാഴ്ച വെച്ച് പ്രാർത്ഥിക്കുക. പിന്നെ 33 ദിവസവും ഒരു നോമ്പെടുക്കുക. ഒരു നിയോഗത്തോടെ ഒരു നോമ്പ്. ചില ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ മാറ്റിവെച്ച് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് മുമ്പായി ഒരു നോമ്പെടുക്കുക. ഒരു നിയോഗത്തോടെ. ഇത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭക്തിയല്ല. നിങ്ങളുടെ മനസ്സിൽ ഇത് പറയുമ്പോൾ ദൈവാത്മാവ് തോന്നിപ്പിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്താലോ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മുന്നിൽ വരണം. കാനാൻ ദേശത്തെ ഇസ്രായേൽക്കാരെ കൊണ്ടുപോകുമ്പോൾ കൈ ഉയർത്താനും മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഒരു മോശയുണ്ടായിരുന്നു മുമ്പിൽ. ഇതുപോലൊരു മോശയാണ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഓരോ മോശമാർ വേണം. മുമ്പിൽ നിൽക്കാനും കരമുയർത്താനും നോമ്പെടുക്കാനും ആളുകളോട് പറയാനും ഒരു മോശ വേണം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ മോശമാരാണ്. വീട്ടിലെ, കുടുംബത്തിലെ ദൈവം നിയോഗിച്ച വ്യക്തികളാണ്. അടുത്തൊരു കാര്യമാണ്, ഒരു പ്രോഗ്രാം, ഒരു ചടങ്ങ്, പ്രാർത്ഥന എന്നതിന് ഇതൊരു ശുശ്രൂഷയാണ്. ഇതിനുവേണ്ടി ഒത്തിരി പേര് വില കൊടുത്ത് അധ്വാനിച്ച് അതിൻ്റെ റിസൾട്ടാണ്. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി അത് മേശപ്പുറത്ത് വരുന്ന ആളുകൾക്ക് വിളമ്പുന്നത് പോലെ തന്നെയാണ് ഓരോ ശുശ്രൂഷയും. ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ചവരും കഷ്ടപ്പെട്ടവരും പ്രവർത്തിച്ചവരും ധാരാളം ആളുകളാണ്. അത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി വന്നതല്ല. ഇതിന് മുമ്പിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച് അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് എത്തിക്കാൻ എന്തേറെ കഷ്ടപ്പെടുന്നതിന് 100 ഇരട്ടി കഷ്ടപ്പെട്ട് ദൈവം ഒരുക്കുന്നൊരു ശുശ്രൂഷ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുകയാണ്. അതിനുവേണ്ടി എല്ലാ ദിവസവും ഈ 33 ദിവസം ശാലോമിൽ ഈ ഒരു ശുശ്രൂഷ കാണുക ഒരു നിയോഗത്തോടെ. ഇത് പല സമയങ്ങളിൽ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ നിയോഗത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, കുടുംബക്കാരോട് ഈ പ്രോഗ്രാം നിയോഗത്തോടെ പങ്കെടുക്കുക എന്ന് നിങ്ങൾ ഫോണിൽ ഒന്ന് വിളിക്കുക, ഒരു മെസ്സേജ് അയയ്ക്കുക. പരമാവധി ആളുകൾ ഈ ആത്മീയ കൂട്ടായ്മയിൽ വരട്ടെ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ്. നമ്മുടെ വീട്ടിലുള്ള പലർക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള പലർക്കും ഇല്ലാത്ത ഭാഗ്യമാണ്. അവർക്കൊന്നും ഇങ്ങനെ വചനം കേൾക്കാൻ, ഇങ്ങനെ വീട്ടിലിരുന്ന് വചനം കേൾക്കാൻ പണ്ട് കാലത്ത് ഒന്നും സാഹചര്യം. ഇപ്പോൾ ഇഷ്ടം പോലെ അവസരങ്ങളാണ്. നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താം. ഒരുമിച്ച് ആരാധിക്കാം, ഒരുമിച്ച് വചനം കേൾക്കാം, ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാം. പിന്നെ പ്രത്യേകമായി വിശുദ്ധീകരണം പ്രത്യേക ഒരു നിയോഗമായി സമർപ്പിക്കുക. വിശുദ്ധീകരണം. നമ്മുടെ ജീവിതത്തിനൊരു വിശുദ്ധി വരണം. നമ്മുടെ ഭവനം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ദേശം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ കൂട്ടായ്മ വിശുദ്ധീകരിക്കപ്പെടണം. അശുദ്ധി മാറണം, കരട് മാറണം, എല്ലാം മാറി വിശുദ്ധീകരണം വരണം. അതൊരു നിയോഗമായി സമർപ്പിക്കുക. പിന്നെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം സമർപ്പിക്കുക. അതിനാ ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഈ 33 ദിവസത്തെ മരിയ ഭക്തി വിമല പ്രതിഷ്ഠയ്ക്കൊരുക്കമായി പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ ഒരാൾ ചൊല്ലി, അപ്പുറത്തൊരാൾ ചൊല്ലി, അങ്ങനെയല്ല. ഇത് ഒരു കൂട്ടായ്മയായി കൊണ്ടുവരാൻ ശാലോം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ജപമാല ചൊല്ലുമെങ്കിലും നിങ്ങൾ ഫോണിൽ ഈ ജപമാല ചൊല്ലുന്ന എല്ലാവരെയും ഒരു സഖ്യമാക്കി മാറ്റുകയാണ്. പ്രാർത്ഥിക്കുന്നവരോട് ഒരു കൂട്ടം.
ഒരു കൂട്ടായ്മ. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രാർത്ഥനയല്ല. ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ഇരുന്ന് ഒരു കുടുംബമായി ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും, ഭയങ്കര ഒരു അഭിഷേകം അത് കൊണ്ടുവരും. ഇത് അത്ഭുതകരമായ ഉത്തരത്തെ ഇത് കൊണ്ടുവരും. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ ശാലോമിൽ കാണുന്ന ഈ നമ്പറുകളിൽ ഓഫീസിലേക്ക് വിളിച്ച് ഈ സഖ്യത്തിൽ ഞങ്ങളും പങ്കുചേരുന്ന, ഞങ്ങളും ഈ സഖ്യത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര പേരുണ്ട്, ഞങ്ങളിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ശുശ്രൂഷ ഞങ്ങൾ ഇങ്ങനെയാണ് ഒരുങ്ങുന്നത്, നിങ്ങൾ ഈ ശാലോമിൻ്റെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് നിങ്ങൾ അറിയിക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഒരു സത്യത്തെ പ്രാർത്ഥിക്കുമ്പോൾ ശാലോമിലുള്ള ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കറിയാം, ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് 10 ദിവസം പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാനേ തോന്നത്തില്ല. പ്രാർത്ഥന എന്തിനെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിൽ തന്നെ ഒരു ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം. മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന അഹറോനും ഹൂറും ആ കരം ഉയർത്തിപ്പിടിച്ച് നിന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും കൊടുക്കണം സപ്പോർട്ട്. അപ്പോൾ ശാലോമിലേക്ക് നിങ്ങൾ വിളിച്ചു പറയണം, ഞങ്ങൾ ഈ ജപമാല സഖ്യത്തിലുണ്ട്, ഞങ്ങളെയും കൂടി ചേർക്കണം. ആ സഖ്യത്തോട് ചേർന്ന് ജപമാല ഒരു കൂട്ടായ്മയായി, ഒരു കുടുംബമായി ചെല്ലാൻ, ഒരു കൂട്ടായ്മ എന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ ഈ ഒരു പ്രാർത്ഥനയിൽ ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശാലോമിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ അറിയിക്കും. അങ്ങനെ ഈ 33 ദിവസം പ്രാർത്ഥനയുടെ വലിയ അത്ഭുതത്തിൻ്റെ നാളുകൾ, ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ, ഇത് അവഗണിക്കരുത്. ഇത് സാധാരണയെ തള്ളിക്കളയരുത്. കുറേ പ്രാർത്ഥനകൾ കൂടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ചിന്തിച്ച് വിമർശിച്ച് കളയരുത്. ഇതൊരവസരമാണ്. ദൈവം അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുമ്പോൾ നമ്മൾ ആ വാതിൽ അടച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് വേണ്ട എന്ന് പറയരുത്. 2 കൈ നീട്ടി പ്രാർത്ഥനയിൽ അത് സ്വീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണിപ്പോൾ. തുടർന്ന് നമുക്ക് ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും കുടുംബമായി ആത്മാവിൽ ഐക്യപ്പെട്ട് നമുക്ക് ഈ ശുശ്രൂഷയോട് ചേർന്ന് ഏറ്റവും പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് കേട്ട ഈ ദൈവവചനത്തോട് ചേർന്നാണ് നിയോഗം വച്ച് ഈ ആരാധനയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. നേരത്തെ അറിയിച്ചിരുന്നത് പോലെ നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കും വേണ്ടിയാണ്, നിങ്ങളുടെ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആരാധിക്കുകയാണ്. ഒരിക്കൽ കൂടി ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49, ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ആരാധനയുടെ ഏറ്റവും നല്ല നിമിഷത്തിലേക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്കൊരുമിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്ക് ഏറെ പ്രാർത്ഥനയോടെ കുടുംബങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന ആ ഒരു വലിയ ആത്മീയ ശുശ്രൂഷയിലേക്ക് ആരാധനയിലൂടെ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നിങ്ങൾ ഭവനങ്ങളിലായിരുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ആരാധനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഈ ഒരു നല്ല ശുശ്രൂഷയെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വിവിധ ആവശ്യങ്ങളും വിവിധ നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ച്
പങ്കെടുക്കുന്ന ഈ ആരാധനയിൽ കുടുംബമായി ഒരു കൂട്ടായ്മയായി നിന്ന് ഒരു നിമിഷം നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം പറയുന്നുണ്ട്, കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അടുത്തു വരേണ്ടത്? നന്ദി നിറഞ്ഞൊരു മനസ്സോടെ, നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭവനങ്ങളിലായിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ദൈവമേ, ഈ കുടുംബത്തെ ഓർത്ത്, ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. ഓരോ മാതാപിതാക്കളെയും, ഓരോ യുവജനങ്ങളെയും, യുവതി യുവാക്കളെയും, ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഇപ്പോൾ ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ സമയം, ഈ ആരാധനയുടെ സമയം, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സമയമാക്കി ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 33 ദിവസത്തെയും ഒന്ന് സമർപ്പിക്കാമോ? ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ 33 ദിവസവും നിങ്ങൾ പങ്കെടുക്കുന്നത് ഒരു നിയോഗത്തോടെ ആയിരിക്കട്ടെ, ഒരു നിയോഗത്തോടെ ആയിരിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾ മുടക്കരുത്. ഈ 33 ദിവസവും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയാൻ സാധിക്കും, ഈ ദൈവം വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തുവെന്ന്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ശുശ്രൂഷയെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിലായിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. രോഗികളെ ചേർത്ത് വയ്ക്കുന്നു. പലതരത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും അനുഭവിക്കുന്നവരെ ചേർത്ത് വെച്ച് ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. രോഗമായി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ 33 ദിവസവും മുടങ്ങാത്ത അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകം നൽകുന്ന ഒരു നല്ല സമയമാകട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി ഞങ്ങൾ ചേർന്ന് പാടി അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു.